ജൂലൈ 2 വിശുദ്ധ പ്രോച്ചേസൂസും മാർട്ടീനിയനും രക്തസാക്ഷികൾ. 1-ാം നൂറ്റാണ്ടിലെ ഈ രണ്ട് രക്തസാക്ഷികളെ 4-ാം ശതാബ്ദത്തിനു മുമ്പ് തന്നെ റോമൻ ക്രിസ്ത്യാനികൾ അത്യന്തം ആദരിച്ചിരുന്നുവെങ്കിലും അവരെപ്പറ്റി കാര്യമായ വിവരങ്ങളൊന്നും നമുക്ക് ലഭ്യമല്ല. AD 33 അവർ ജനിച്ചുവെന്നും 64 67 അവർ കൊല്ലപ്പെട്ടുവെന്നുമാണ് അനുമാനിക്കുന്നത്. വിശുദ്ധ പത്രോസ് പൗലോസ് ശ്ലീഹന്മാരെ നീറോ ചക്രവർത്തിയുടെ മതമർദ്ദന കാലത്ത് ജയിലിലടക്കുകയും ആ ജയിലിൻ്റെ കാവൽ ഭടന്മാരായി നിയോഗിക്കപ്പെട്ടവരാണ് ഈ രണ്ട് പേരുമെന്നാണ് കരുതുന്നത്. അല്ലെങ്കിൽ പത്രോസ് പൗലോസ് ശ്ലീഹന്മാരോടുകൂടി ജയിലിൽ അടയ്ക്കപ്പെട്ട 40 പേരിൽ ഉൾപ്പെടുന്നവരാണ് ഈ രണ്ട് പേരുമെന്നും കരുതുന്നു. എന്തായാലും ആ ജയിലിൽ വച്ച് പത്രോസ് ശ്ലീഹായുടെയും പൗലോസ് ശ്ലീഹായുടെയും വചനപ്രഘോഷണ ശുശ്രൂഷകളുടെ ഭാഗമായിട്ട് ഈ രണ്ട് പേരും ക്രിസ്തുവിനെ അറിയുകയും അവർ മാനസാന്തരപ്പെടുകയും ചെയ്തു. അപ്പോൾ പാറയിൽ നിന്ന് അത്ഭുതകരമായി ഒഴുകിയ ജലം കൊണ്ട് പത്രോസ് ശ്ലീഹ അവർക്ക് ജ്ഞാനസ്നാനം കൊടുത്തുവെന്നാണ് പാരമ്പര്യവും ഐതിഹ്യങ്ങളും രേഖപ്പെടുത്തുന്നത്. അവർ കിടന്ന ജയിലിലെ പൗളിന്യൂസ് എന്ന് പറയുന്ന ജയിലർ അവരോട് ക്രിസ്തുമതം ഉപേക്ഷിച്ച് ജുപ്പിറ്ററിനെ ആരാധിക്കുവാൻ ഉപദേശിച്ചു. അവരെ ക്രൂരമായി മർദ്ദിച്ചു നോക്കി. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെട്ടതാകട്ടെ എന്ന് മർദ്ദനവേളയിൽ അവർ തുടർച്ചയായി ഉരുവിട്ടുകൊണ്ടിരുന്നു. അവരെ ജുപ്പിറ്ററിനെ ആരാധിക്കുവാൻ കിട്ടുകയില്ല എന്നും തങ്ങളുടെ ഹിതത്തിന് അവർ വഴിപ്പെടുന്നില്ല എന്നും കണ്ടപ്പോൾ വാളുകൊണ്ട് അവരെ വെട്ടിക്കൊലപ്പെടുത്തുകയാണ് ഉണ്ടായത്. ലൂസിന എന്ന ഒരു ഭക്തസ്ത്രീ അവരുടെ ശരീരം തൻ്റെ പറമ്പിൽ സംസ്കരിച്ചു. 4-ാം ശതാബ്ദത്തിൽ അവരുടെ ഖബറെടുത്തെങ്കിൽ ഒരു ബസിലിക്ക നിർമ്മിക്കപ്പെട്ടു. മഹാനായ ഗ്രിഗറി ആ കാലഘട്ടത്ത് ആ ദേവാലയത്തിൽ വന്ന് ഒരു പ്രഭാഷണം നടത്തുകയുണ്ടായി. വിശുദ്ധരായ പ്രോച്ചേസൂസിൻ്റെയും മാർട്ടീനിൻ്റെയും നാമധേയത്തിൽ നിർമ്മിച്ച ആ ദേവാലയം ഇന്ന് നിലവിലില്ല. 9-ാം ശതാബ്ദത്തിൽ അവരുടെ ഭൗതിക അവശിഷ്ടങ്ങൾ വിശുദ്ധ പത്രോസിൻ്റെ ബസിലിക്കയിലേക്ക് മാറ്റി. വചനം 1 കൊറിന്തോസ് 3-ാം അധ്യായം 18-19 വാക്യങ്ങൾ. ആരും ആത്മവഞ്ചന ചെയ്യാതിരിക്കട്ടെ. ആരെങ്കിലും ഈ ലോകത്തിൽ ജ്ഞാനിയെന്ന് വിചാരിക്കുന്ന പക്ഷം യഥാർത്ഥ ജ്ഞാനിയാകേണ്ടതിന് തന്നെ ഭോഷനാക്കട്ടെ. എന്തെന്നാൽ ഈ ലോകത്തിൻ്റെ വിജ്ഞാനം ദൈവത്തിന് ഭോഷത്വമാണ്. വിചിന്തനം: നാളെ എന്ത് സംഭവിക്കുമെന്ന് വിചാരിക്കേണ്ട. ഇന്ന് നിങ്ങളെ കാത്തു സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്ന നിത്യപിതാവ് നാളെയും നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദിവസവും നിങ്ങളെ കാത്തുകൊള്ളും. ഒന്നുകിൽ അവിടുന്ന് നിങ്ങളെ സഹനത്തിൽ നിന്ന് ഒഴിവാക്കും, അല്ലെങ്കിൽ അത് സഹിക്കാനുള്ള ശക്തി അവിടുന്ന് നൽകും. സമാധാനത്തിൽ വർത്തിക്കുക, ഉത്കണ്ഠകൾ ഉപേക്ഷിക്കുക. വിശുദ്ധ ഫ്രാൻസിസ് സെയിൽസിൻ്റെ വാക്കുകൾ.